എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ തെറ്റ്? സഭയ്ക്കും സത്യവിശ്വാസത്തിനും പരിശുദ്ധ കുർബാനയ്ക്കും വേണ്ടി നിലകൊണ്ടു എന്നതാണോ? പള്ളികളിൽ പെരുന്നാൾ കുർബാനയും മറ്റും നടക്കുമ്പോൾ പള്ളി പരിസരത്ത് അവിടെ ആളുകൾ കൂടി നിന്ന് കൊച്ചു വർത്തമാനം പറയും. കടകളിൽ കച്ചവടം പൊടിപിടിക്കും, കുട്ടികൾ ഓടിക്കളിക്കും, സ്റ്റേജ് ഒരുങ്ങും. അതൊക്കെ സാധാരണമാണ്. എന്നാൽ സഭയുടെ കൽപ്പനകൾ പാലിച്ചും അധികാരികളെ മാനിച്ചും വിശ്വാസികളെ ആദരിച്ചും സേവനം ചെയ്ത ഒരു ധീര വൈദികന്റെ അന്ത്യ ശുശ്രൂഷകൾ നടക്കുമ്പോൾ പള്ളിമുറ്റം ഒരു പടക്കളത്തിന് സമാനമാകുന്നത് കണ്ട് ഇന്നലെ ലോകം ലജ്ജിച്ചു തലതാഴ്ത്തി. വൈദികർ മരിക്കുമ്പോൾ കൊടുക്കേണ്ട ആദരപൂർവമായ കർമ്മങ്ങളും നിയമങ്ങളും അടിമുടി ലംഘിച്ച് നെല്ലിശ്ശേരി അച്ഛനെ അപമാനിക്കുന്നത് കണ്ടപ്പോൾ വേദനിച്ച വിശ്വാസികൾ ജനാഭിമുഖ കുർബാന ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി. സഭാ തലവന്മാരെ, ജനാഭിമുഖ കുർബാന അസാധുവാണ്, അത് ബഹിഷ്കരിക്കണം എന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ പുറത്തിറങ്ങിയവർ സഭയെ അനുസരിക്കുകയല്ലേ ചെയ്തത്? രാവിലെ മറ്റൊരു രൂപതയിലെ മെത്രാൻ വന്ന് സഭാവിധി പ്രകാരമുള്ള കുർബാന അർപ്പിച്ച് ആദ്യഘട്ട ശുശ്രൂഷകൾ പൂർത്തിയാക്കി. സഭ ആഹ്വാനം ചെയ്തതുപോലെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ധീരമായി നിലകൊണ്ട ഒരു വൈദികന്റെ അന്ത്യ ശുശ്രൂഷയിൽ ഒരു സംഘം വിമത വൈദികർ സഭ വിലക്കിയ കുർബാന അർപ്പിക്കുന്നത് ആ വൈദികനെ മനഃപൂർവ്വം അപമാനിക്കലല്ലേ? ഒരു വൈദികന്റെ മൃതസംസ്കാരത്തിൽ ഒരേ ദിവസം വിധിച്ചതും വിലക്കിയതുമായി 2 കുർബാന അർപ്പിക്കുക എന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. നെല്ലിശ്ശേരി അച്ഛൻ്റെ ഭൗതിക ശരീരം വെച്ച് വിലക്കിയ കുർബാന അർപ്പിച്ച നേരം അത്രയും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ സങ്കീർത്തിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കുറ്റമൊന്നും കാണാഞ്ഞിട്ടും ഭയം മൂലം യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്ത പീലാത്തോസിനെ പോലെ തട്ടിലെന്ന മഹാഭീരു നെല്ലിശ്ശേരി അച്ഛനെ അപമാനിക്കാൻ വിമത പടയാളികൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. എന്നിട്ട് നെല്ലിശ്ശേരി അച്ഛൻ അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ ഒടുവിൽ വിളിച്ചു കൂവിയത് വെറും കാപട്യമാണ്. നെല്ലിശ്ശേരി അച്ഛൻ ക്രിസ്തുവിൻ്റെ സഭയെ ക്രിസ്തുവായി കണ്ട് പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലും തൻ്റെ കഴിവിനൊത്ത വിധത്തിലെ വിശ്വസ്തയോടുകൂടെ ശുശ്രൂഷിച്ചു. ഓട്ടം പൂർത്തിയാക്കി നീതിയുടെ കിരീടം ഏറ്റുവാങ്ങാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുകയാണ്. നിങ്ങളൊക്കെ ഇത്രത്തോളം ഭീരുക്കളും വ്യാജരും വഞ്ചകരുമാണെന്ന് കണ്ട് സഭാവിശ്വാസികൾ ലജ്ജിക്കുകയാണ്. റാഫേൽ തട്ടിൽ, ജോസഫ് പാംപ്ലാനി മെത്രാന്മാരെ, നിങ്ങൾ മുറിയിൽ കയറി കതകടച്ച് വിളക്കണച്ച് മുട്ടുകുത്തി കണ്ണടച്ച് മനസാക്ഷിയിലേക്ക് നോക്കി സ്വയം ചോദിക്കണം, ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യാനാണോ ദൈവം എന്നെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തിയത്? ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണോ? നിങ്ങൾ തന്നെ ഇറക്കിയ കൽപ്പനകൾ പാലിച്ച് മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളെ തന്നെയും ക്രിസ്തുവിൻ്റെ സഭയെയും വഞ്ചിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന സത്യവിശ്വാസികൾക്കായി ആദരാഞ്ജലികൾ അർപ്പിച്ച നിങ്ങൾ പരേതനായ വൈദികനെ അപമാനിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങളിത് ഭക്ഷിക്കുവിൻ. ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ കുടിക്കുവിൻ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്നൊക്കെ പള്ളിക്കുള്ളിൽ മുഴങ്ങുമ്പോൾ പള്ളിമുറ്റത്തുയർന്ന എടാ വാടാ പോടാ പോർവിളികളുടെ പൂർണ്ണ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. കൂടി ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് കുറെ ആൾക്കാർ വന്നു. എന്നെയാ ഞാനാ ഫോട്ടോ എടുത്തെന്ന് വെച്ചാൽ നിൽക്കുന്ന ആൾക്കാർ, ഞങ്ങൾ വന്നവരുടെ ഫോട്ടോ അകത്തുനിന്ന് ഇറങ്ങി ഞങ്ങൾ വന്ന ആൾക്കാരുടെ എല്ലാം കൂടി ഞങ്ങൾ കുറെ പേര് വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് വന്നേക്കണ ഈ ഇടവക്കാരല്ല. അങ്ങനെ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ട് അവിടുന്ന് ഈ പള്ളിയിലെ ഇടവക്കാരെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പടമെടുക്കല്ലേ സാറ് സഭയുടെ കുർബാനയില്ലേ?
സഹോദരി മൗനമായി നിങ്ങൾ ഇന്ന് ഞങ്ങളെ ഇവിടെ ക്രമസമാധാന പ്രസിഡന്റ് എവിടെയും ഉള്ളതുപോലെ നിസ്സംഗരും നിസ്സഹായരുമായ ഒരു സംഘം ആളുകൾ പള്ളിക്ക് പുറത്ത്. ആനുവലിന്റെ ഒപ്പം ഇരിക്കട്ടെ അച്ഛന്മാർ അപ്പൊ അവര് അതെല്ലാം തന്നെ ഇവിടുത്തെ ഈ ഇടവകയുടെ മിടുക്കാണിച്ച ഈ സംഘടന പഴയതാണോ പുതിയതാണോ? സ്വന്തം ഇടവകയായ ഈ പള്ളിയിൽ വെച്ച് അർപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ജനാവിഭവ കുർബാന അർപ്പിച്ചുകൊണ്ട് ഇവിടെ അവര് തുടങ്ങിയപ്പോൾ വിശ്വാസികൾ സംഘടിക്കാൻ തുടങ്ങി. വിശ്വാസികൾ പുറത്ത് പള്ളിക്കകത്തല്ല പുറത്തിറങ്ങി വിശ്വാസികൾ പ്രതിഷേധിച്ചപ്പോൾ അവരെ നടക്കുന്ന കുർബാനയെ പറ്റി എന്താണെന്ന് അറിയാം. അത് ഇന്ന കുർബാനയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, അതല്ലാത്തതാണെന്നുണ്ടെങ്കിലാണ് സഭയുടെ കുർബാനയല്ലാതെ ഒരു കുർബാന ആ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തെ മരിച്ച ഒരാളുടെ ആത്മാവിന്റെ ഒരു സമാധാനത്തിനെങ്കിലും അദ്ദേഹം അർപ്പിച്ച ബലി അർപ്പിക്കണ്ടേ? ആ ബലി ഇവിടെ അർപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഞങ്ങൾ പ്രതിഷേധിക്കാം. അത് വളരെ മൗനമായിട്ട് അച്ഛൻ ഈ കുർബാന ശ്രദ്ധിച്ചു പോകുന്നത് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. വിൽപത്രത്തിൽ എന്റെ മരണശേഷം എന്റെ കുർബാന അല്ലെങ്കിൽ ചെല്ലണ്ട. അതിന് മറികടന്ന് വിശേഷിപ്പിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ
എറണാകുളം രൂപതയിലെ എത്രയോ വൈദികർ ഏതെല്ലാം കുറ്റകൃത്യങ്ങളിൽ പെട്ടിരിക്കുന്നു. നെല്ലിശ്ശേരി അച്ഛനെ പറ്റി ആരും ഒരു കുറ്റവും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നിട്ടും അച്ഛൻ എങ്ങനെ മെത്രാന്മാരുടെയും എറണാകുളം വൈദികരുടെയും ശത്രുവായി, കണ്ണിലെ കരടായി? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ തെറ്റ്? സഭയ്ക്കും സത്യവിശ്വാസത്തിനും പരിശുദ്ധ കുർബാനയ്ക്കും വേണ്ടി നിലകൊണ്ടു എന്നതാണോ? അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരുന്ന നെല്ലിശ്ശേരി അച്ഛനേക്കാൾ അന്തരിച്ച നെല്ലിശ്ശേരി അച്ഛനെ ഓർത്ത് നിങ്ങളുടെ മനസാക്ഷി കൂടുതലായി വേദനിക്കും. കുറ്റബോധം കൊണ്ട് നിങ്ങളുടെ രാത്രികൾ നിദ്രാരഹിതമാകും. അതിഭയാനകമായ ദിനങ്ങൾ വരാനിരിക്കുന്നു.